ടാലിയിലേക്ക് ഒരു 3 സ്റ്റെപ്പിൽ പർച്ചേസ് എൻട്രികൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിനായി നമുക്ക് ടാലി ഓപ്പൺ ചെയ്യാം. ടാലി ഓപ്പൺ ചെയ്ത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ തന്നെ ലോഡ് ഇൻവോയ്സ് ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. ആ സപ്ലയറെ സെലക്ട് ചെയ്യാം. സോ അതിനുശേഷം ആ സപ്ലയർ ഇൻവോയ്സ് എവിടെയാണോ ഉള്ളത് അതിന്റെ പാത്ത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ്. സോ ഈ ഒരു ഇൻവോയ്സ് ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. 7 ഐറ്റമോളം ഉണ്ട്. നമുക്ക് ഇവിടെ വിത്ത് ഇൻവെന്ററിയും വിത്തൗട്ട് ഇൻവെന്ററിയും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഞാൻ ഒരു ഇൻവോയ്സും കൂടെ സെലക്ട് ചെയ്യാം. ഒരു ഇൻവോയ്സും കൂടെ ഞാൻ ഇവിടെ വിത്തൗട്ട് ഇൻവെന്ററി ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ടാലിയിലേക്ക് തിരിച്ചു വരുന്നു. ഇൻവോയ്സിന്റെ പാത്ത് സെലക്ട് ചെയ്യുന്നു. ആൻഡ് സെലക്ട് ചെയ്യുന്നു. അപ്ലോഡ് കൊടുക്കുന്നു. ഇൻവോയ്സ് സക്സസ്ഫുള്ളി അപ്ലോഡ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഇൻവോയ്സും ഞാൻ സെലക്ട് ചെയ്യുന്നു. ആ ഇൻവോയ്സും അപ്ലോഡ് ആയിട്ടുണ്ട്. വൺസ് ഇൻവോയ്സുകൾ അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇമ്പോർട്ട് സെക്ഷനിലാണ് ഈ പറയുന്ന ഇൻവോയ്സുകൾ വന്ന് കിടക്കുന്നത്. സോ നമുക്കിവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. വിത്ത് ഇൻവെന്ററിയും വിത്തൗട്ട് ഇൻവെന്ററിയും നമുക്ക് ഇൻവോയ്സുകൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിത് റിവ്യൂവിന് ശേഷം ഇൻവോയ്സുകൾ ഇമ്പോർട്ട് ചെയ്യാം ടാലിയിലേക്ക്, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാതെ തന്നെ ഡയറക്റ്റ്ലി തന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഞാനിവിടെ ആദ്യത്തെ ഇൻവോയ്സ് ഒന്ന് റിവ്യൂ ചെയ്യാം. സോ ഇവിടെ ഐറ്റംസ് എല്ലാം എക്സ്ട്രാക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇവിടെ ഐറ്റംസ് പുതിയ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇവിടെ ഓട്ടോ ക്രിയേറ്റ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഐറ്റംസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവും പുതിയ ഐറ്റംസ് വരുന്ന കേസുകളിൽ. അതുപോലെ തന്നെ നമുക്ക് ബയോലൈഫിന്റെ ഇൻവോയ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. സോ ഇത് ഞാൻ ഒരു എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം ഒരു ലെഡ്ജറിനെ ഇത് മാപ്പ് ചെയ്ത് കൊടുക്കണം. ഏത് എക്സ്പെൻസിലേക്ക് വേണമെങ്കിലും ഇതിനെ മാപ്പ് ചെയ്യാം. ഞാൻ തൽക്കാലം ബിസിനസ് പ്രൊമോഷനിലേക്ക് ഈ ഇൻവോയ്സിനെ മാപ്പ് ചെയ്യുവാണ്. നെക്സ്റ്റ് ടൈം തുടങ്ങി ഈ മാപ്പിംഗ് ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആയിക്കോളും. അതിനുശേഷം ഞാൻ ഈ 2 ഇൻവോയ്സുകളും ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ ഇൻവോയ്സ് ഞാൻ വിത്ത് ഇൻവെന്ററിയും സോ വിത്ത് ഇൻവെന്ററി ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഇൻവോയ്സ് ഞാൻ ജസ്റ്റ് അക്കൗണ്ട്സ് ഓൺലി ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ്. സോ രണ്ടാമത്തെ ഇൻവോയ്സും ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇമ്പോർട്ടഡ് ലിസ്റ്റിൽ നിന്ന് ഈ ഇൻവോയ്സുകൾ പോയി കഴിഞ്ഞു. ആൻഡ് ഇമ്പോർട്ടഡ് ലിസ്റ്റിലേക്ക് വന്നു കഴിയുകയും ചെയ്തു. അൺഇമ്പോർട്ടഡിൽ നിന്ന് പോയി ഇമ്പോർട്ടഡിലേക്ക് വന്നു. സോ നമുക്ക് ഈ ഒരു എൻട്രി വീണിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ബിസിനസ് ഫാമിൽ നോക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ഡേറ്റിൽ പർച്ചേസ് എൻട്രി വന്ന് വീണതായിട്ട് കാണാൻ സാധിക്കും. ഇത് ചെക്ക് ചെയ്യാം. സോ ഐറ്റംസ് എല്ലാം കറക്റ്റ് ആയിട്ട് വന്ന് വീണിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മളൊരു വേറൊരു ഫീച്ചറും കൂടെ കൊണ്ടുവരുന്നുണ്ട്, ഡോക്യുമെന്റ് മാനേജ്മെന്റ്. എല്ലാ ട്രാൻസാക്ഷനും അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇൻവോയ്സുകൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വ്യൂ ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ഓപ്പൺ ആയി വരുന്നതാണ്. ഇപ്പൊ ടാലിയിലേക്ക് തിരിച്ചു ചെല്ലാം. ഇനി അടുത്തൊരു ഇൻവോയ്സ് ചെക്ക് ചെയ്യാം. ബയോലൈഫിന്റെ ബിസിനസ് പ്രൊമോഷനിലേക്കുള്ള എക്സ്പെൻസ് എൻട്രിയും വീണ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പർച്ചേസ് അക്കൗണ്ടിങ് വളരെ സിമ്പിളായി.